ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വൈബ് സോൺ. നമസ്കാരം. ഹായ്. ഇത് നമ്മളെ വീടല്ല കേട്ടോ, ആക്ച്വലി ഇത് വേറൊരു വീടാണ്. ഇത് അച്ഛൻ എന്നാ ഇത് കളി ഇത് അച്ഛൻ നിൽക്കുന്ന വീടാണ്. ജോലിക്ക് വന്നിട്ട് ഇത് ഹോസ്റ്റലിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, ഹ്യൂസ്റ്റണിലല്ല. നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 2.5 മണിക്കൂർ ഓടിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥലത്തേക്ക് എത്തും. ഇവിടെ അടുത്താണ് അച്ഛൻ്റെ കമ്പനി. അല്ലേ ചാ? എന്റെ മുടി കുറിച്ച് നിൽക്കായില്ലേ? അതാ അടുത്തത് എടുത്തിട്ടോ. നിങ്ങൾ ആരും എടിച്ചിടണ്ട കേട്ടോ. ഇവന് എടിച്ചിടുമ്പോ ഇവൻ പിന്നെയും ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ ചെയ്യും. ഓ നമ്മളിപ്പം വെറുതെ ഒരു ദിവസം ലീവ് കിട്ടിയപ്പം ശനിയാഴ്ച ഇന്നലെ വന്നു. ഇന്നിപ്പോൾ ലീവ് കിട്ടിയപ്പോൾ ഒന്ന് എല്ലാവരും കൂടി ഒന്ന് ഫാമിലി ആയിട്ട് പുറത്തുനിന്ന് പോയി ഒന്ന് കറങ്ങി അടിച്ച് തിരിച്ചു വരാനുള്ള പരിപാടിയാണ്. ഇപ്പം നല്ല വെയിലുണ്ട്. ഇപ്പം 10-11 മണിയായി. ഇപ്പം 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാന്ന് പറഞ്ഞാൽ നടക്കുന്നില്ലല്ലോ. നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് 1 hour ഡ്രൈവ് ഉണ്ട്. ഒരു കേവിലേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് ഒരു അഡ്വഞ്ചർ പാർക്കും കേവും കൂടിയാണ്. ഇതുവരെ പോയിട്ടില്ല. അവിടെ പോയി കഴിഞ്ഞാൽ അറിയും ബാക്കി സംഭവം എന്താണെന്നുള്ളത്. അപ്പോൾ അവിടെ പോകുന്നു, നമ്മൾ ജസ്റ്റ് കേവും പരിപാടിയൊക്കെ കാണുന്നു, ഫാമിലി ആയിട്ട് ചെറിയൊരു വ്ളോഗ്, എന്നിട്ട് ഫുഡ് അടിക്കുന്നു, തിരിച്ചു വരുന്നു. എന്നിട്ട് നമ്മൾ ഇന്ന് തന്നെ തിരിച്ച് ഹ്യൂസ്റ്റണിലേക്ക് പോകുന്നതായിരിക്കും. ക്ലാസ് എങ്ങനെയുണ്ട് ഗൈസ്? ശ്രീയന്റെ കൂട്ടുകാരനാരോ വണ്ടിയിൽ വെച്ചിട്ട് പോയതാ. ഇതും അതും അതെയാ? ഓ, അത് നീ വാങ്ങിയതല്ലേ? ഇത് ഇതിൽ വെച്ചിട്ട് പോയതാ. ഇതിൽ വെച്ചിട്ട് പോയത് നമ്മളെ പ്രോപ്പർട്ടി ആയി വണ്ടി. അന്നേരം ഇത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെടുക്കും അല്ലേ? ഈ കണ്ണടയില്ലേ? ആ, ഇനിയിപ്പോ നമ്മൾ 2.2 മൈൽ ഇങ്ങനെ എടുക്കും. ടെക്സാസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഭയങ്കര വലിയ സ്റ്റേറ്റ് ആണ്. ടെക്സാസ് നമ്മുടെ വീട്ടിൽ നിന്ന് ബേട്ടോണിന്ന് ഒരു വേറൊരു സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ, അത് വെസ്റ്റ് സൈഡിലെ സ്റ്റേറ്റിലേക്കൊക്കെ പോകണമെങ്കിൽ ഓൾമോസ്റ്റ് 8 to 10 മണിക്കൂർ എടുക്കും ടെക്സാസ് മാത്രം ക്രോസ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ടാണ് ന്യൂ മെക്സിക്കോ, പിന്നെ അതുപോലെ അരിസോണ, നവാഡ, കാലിഫോർണിയ എല്ലാം ആ ഒരു സൈഡിലേക്കാണ്. അപ്പോൾ അത് 10 മണിക്കൂർ ഇങ്ങനെ സ്ട്രെയിറ്റ് റോഡായിരിക്കും. 2 സൈഡിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ചിലവർ ഈ ഗ്യാസ് സ്റ്റേഷനിലും പോയി ഗ്യാസ് എല്ലാം അടിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പെട്ടുപോകുന്ന ഒരു സൈഡെല്ലാം ഉണ്ട് ടെക്സാസിൽ. ഫുൾ ഡ്രൈ ആണ് ടെക്സാസ്. വലിയ നേച്ചറായിട്ട് വലിയ കാണാനൊന്നുമില്ല. നേച്ചറൊക്കെ കാണാൻ നമ്മൾ നോർത്ത്, മറ്റേ വാഷിങ്ടൺ, പിന്നെ ഒറഗൺ, അതുപോലെ കാലിഫോർണിയ എല്ലാം പോകണം. കൺട്രി സൈഡാണ്. ഫുൾ ഡ്രൈ കൺട്രി സൈഡാണ്. ഇവിടെ കൂടുതലും പിന്നെ ഈ എന്താ പറയാ, വൈറ്റ് അമേരിക്കൻസ് കൂടുതലാണ്, കൗബോയ്സ്. പിന്നെ അതുപോലെ തന്നെ മെക്സിക്കൻസ് കൂടുതലാണ് ഈ ടെക്സാസിൽ. പിന്നെ ഇവിടെ മറ്റേ റോഡിയോ, മറ്റേ ഹ്യൂസ്റ്റൺ റോഡിയോ എന്നെല്ലാം പറയുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സംഭവമാണ്. ഈ കുതിരയും മറ്റേ ഫാമിങ്ങും അങ്ങനത്തെ എല്ലാം പരിപാടിയാണ് ഇവിടെ കൂടുതലും. പിന്നെ കാലിഫോർണിയ നമുക്ക് അറിയാലോ, കാലിഫോർണിയ ഭയങ്കര ടൂറിസ്റ്റ് സ്ഥലം. സാൻ ഫ്രാൻസിസ്കോ, കാലിഫോർണിയ, അങ്ങനെ ആ ഒരു ഏരിയ. ഓരോ നാട്ടിനും ഓരോ ഇതുണ്ട്. ഇപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ന്യൂയോർക്ക്, ന്യൂജേഴ്സി, ആ ഒരു ഏരിയ, ഫ്ലോറിഡയും ടെക്സാസ് ഏകദേശം ഒരേപോലത്തെ ഒരു സ്ഥലമാണ്. നമ്മളിപ്പം കേവിൻ്റെ ഫ്രണ്ടിലെത്തി. ഇതാണ് ഫ്രണ്ട് സ്ഥലം. അവിടെ വാട്ടർഫാളൊക്കെ കാണുന്നുണ്ട്. ആർട്ടിഫിഷ്യലാണ്. ഇതാ ട്രെയിൻ പോകുന്നുണ്ട്. അവർ യാത്ര പോകുന്നേ. ഇങ്ങനെ പോകാൻ നമുക്ക് കുറച്ച് നേരം കൊണ്ടുപോകും അതിൻ്റെ ഉള്ളിലേക്ക്. എന്നിട്ട് ഇങ്ങനെ മേ ബി ആ വെള്ളമൊക്കെ നന്നായിട്ട് വരുമായിരിക്കും, എനിക്ക് അറിയില്ല. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ആദ്യമായിട്ട് ഞാൻ ഇന്ന് രാവിലെയാണ് ഗൂഗിളിൽ നോക്കിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് പോയി നോക്കാം. ഞാൻ ഓൾറെഡി ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. പോയി നോക്കാം എങ്ങനെയാണ് സെറ്റപ്പ്, എന്താണ് സെറ്റപ്പ് നമുക്ക് നോക്കിയിട്ട് വരാം. പ്യൂക്കൾ ഗൈസ്, നമുക്കിതാ ടിക്കറ്റ് കിട്ടി. 1.5 മണിക്കൂറിൻ്റെ ടൂറാണെന്ന് അവർ പറഞ്ഞത്. 1.5 to 2 മണിക്കൂർ പറഞ്ഞാൽ നമുക്ക് 12 മണിക്കാണ് ഞാൻ ബുക്ക് ചെയ്തത്. പക്ഷേ അത് ഓൾറെഡി പോയി. അപ്പോൾ 12:30 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടെ പോയി അവർ കേവ് കാണിക്കും. എന്നിട്ട് നമ്മൾ മറ്റേ ഡ്രൈവ് പോവും. എന്നിട്ട് അനിമൽസിനെ ഫീഡ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ആരോണോ, നമുക്ക് നോക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗെയിംസൊക്കെ കളിക്കാൻ വേണമെങ്കിൽ ബാസ്കറ്റ്ബോൾ ത്രോ ചെയ്യാം. ഇങ്ങനത്തെ ചെറിയ ചെറിയ ഗെയിംസൊക്കെ ഉണ്ട്. അമ്മ ആദ്യമായിട്ടില്ല വരുന്നത്? എന്താ അത്? സാൻ ആന്റോണിയോയിൽ പോയിട്ടുണ്ട് അല്ലേ? ഏകദേശം ഇവിടെ ശരിക്കും ഇത് കാണുമ്പോ അതിന്റെ മൂവ്മെന്റ് കറക്റ്റ് അല്ലേ? ഓക്കെ, അതിങ്ങനെ തന്നെ പോകുന്നൊക്കെ. Now I'm going to go over some of our rules. നോക്കി നോക്കി ഇറങ്ങണേ. തലയിലടിക്കാൻ തലയിലടിക്കാതെ ഇത് എക്സ്പ്ലോർ, ഇത് ആദ്യമായിട്ട് എക്സ്പ്ലോർ ചെയ്തായിരിക്കും. അണ്ടർ ദ വാട്ടർ. Stop number 2. All right, watch your head, watch your feet. Use those handrails and pick your seat, guys, anywhere you'd like. Pink. വെറ്റം. ഇപ്പൊ നമ്മൾ 150 അടി താഴെ തോന്നും. വീട് എന്തെല്ലാം ഉണ്ട്. ഇതെന്താ കിണറാ? എത്രയോ ആൾക്കാർ ചില്ലറ എടുത്ത് ശരിക്കും
മ്യൂസിയം. അമ്മേന്റെ വകയിലെ കോൺട്രിബ്യൂഷൻ. സൈൻ ചെയ്തില്ല നമ്മളിതിന് മുകളിലേക്കാണ് കയറി പോകുന്നത്. അങ്ങനെ കേവ് ടൂർ കഴിഞ്ഞു. ഇത് എങ്ങോട്ടാണ്? ഇത് മറ്റേ ആനിമൽസിനെല്ലാം ഫീഡ് ചെയ്യാൻ പോകുന്നതാന്ന് തോന്നിയത്. പിന്നെ ഏതാണ്? മറ്റേ ആനിമൽസിനെല്ലാം പീഡിയാണ്ടോ. ഓ ചെറ പൊഞ്ചിരിയ അത് റീല് എടുക്കണം. ആ പാട്ട് നല്ല പാട്ടല്ലേ? സൂപ്പർ. ആന്റി ഗ്രാവിറ്റി ഹൗസ്. ഓ ഇതാണ് ആന്റി ഓ എന്റെ അളിയ ഇങ്ങനെ നിൽക്കാം നമുക്ക്. കറങ്ങുന്നില്ല. Go, go, go! Whoa! Yeah, that's pretty crazy. It likes to make a fairly sound on its... Yeah, there it is. You're gonna cross your arms and you're just gonna stand right up. Straight up, guys. വെള്ളം മേലോട്ട് നേരം കണ്ടില്ല. വെള്ളം മേലേക്ക് വരുന്നുണ്ടോ? ആന്റി ഗ്രാവിറ്റി. എനിക്ക് അതിൻ്റെ തല പുറത്തോട്ട് വരുവാ. ആ എനിക്ക് അതറിയില്ല. ഗുരുത്വാകർഷണം അതന്നെ. ഇതിനായിട്ട് വന്നു എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ തന്നെ തല ഇറങ്ങുന്നു. എന്തോ പോലെ വെള്ളം അവിടെ നിന്ന് ഓണാക്കും, വെള്ളം മുകളിലേക്ക് പോകും. താങ്ക് യു ബോസ്. Nice to meet you. Catch y'all later. Have fun. If y'all guys want, I do have a 20-year-old turtle straight up there and to the right. All right. Thank you. Catch y'all later. ഗൈസ് നമ്മൾ ട്രെയിനിൽ കയറി. അമ്മ ഐസ്ക്രീം കഴിക്കുന്നു, അച്ഛൻ ഐസ്ക്രീം കഴിക്കുന്നു, ശ്രീഹരി ഐസ്ക്രീം കഴിക്കുന്നു, ഞാൻ ഐസ്ക്രീം കഴിക്കുന്നു. ഇത് മൃഗങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയ 2 കപ്പുണ്ട്. ഈ വണ്ടി നിങ്ങൾക്ക് പരിചയമുണ്ടോ? പറയണേ. 400-250 ഉണ്ട് ടു ബി എക്സാക്ട്. 400-250. അല്ല 420. എങ്ങോട്ടാ പോകുന്നത്? ഇത് ആടെ കുറയാനുണ്ട്. അവിടെ കൊടുക്കാം. വെള്ളം ഇതുവരെ കണ്ടിട്ടാ ഞാൻ. ഇല്ലേ? ഞാനും കണ്ടില്ല. ഇതിന്റെ കൊമ്പെല്ലാം പോയാ എന്ത് പറ്റി? വെട്ടി. ഇതാണ് കറുത്താട്. ജംന പ്യാരി. അറ്റൻഷൻ കിട്ടുന്നില്ല. സ്ട്രോ വെച്ച് പിടിക്കുന്നവരുണ്ട്. എടാ കാണാൻ രസമില്ല. ഫുഡ് എടുക്കാണ്ടിരിക്കോ? എനിക്കൊന്നും തരൂലല്ലോ സേലി. ഓ ഓ ഓ ഓ ഈസി ഈസി. കടിക്കരുത് കടിക്കരുത് കടിക്കരുത്. അങ്ങനെ നമ്മളെ യാത്രയുടെ പകുതി കഴിഞ്ഞു. ഫുൾ ടൂറും പരിപാടി കേവ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഒരു ചെറിയ സ്ഥലമാണ്. വലിയ സെറ്റപ്പൊന്നുമില്ല. കുറച്ചേരൊന്ന് റിലാക്സ് ചെയ്യുക, പോവുക. പിന്നെ വെയിലാണ്, അധികം നടക്കേണ്ടിയൊന്നും വന്നില്ല. വണ്ടിയിലുണ്ട്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ലൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പോവും, ഫുഡ് കഴിക്കും. എന്നിട്ട് നമ്മൾ നേരെ ബേട്ടോണിലേക്ക് വിടുന്നതായിരിക്കും കേട്ടോ. ബേട്ടോൺ എന്ന് വെച്ചാൽ ഹ്യൂസ്റ്റൺ, നമ്മുടെ വീട്ടിലേക്ക്. ലെറ്റ്സ് ഗോ. ചില്ലി ചിക്കൻ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ എന്താ നോക്കുന്നതാണ്? ഫോർച്യൂണർ എങ്ങനെയുണ്ട് നാട്ടിലെ? ഫോർച്യൂണർ ജസ്റ്റ് ഒരു തോട്ടാണ്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ റീലിൽ ഇങ്ങനെ കാണുമ്പം ഒന്ന് പോസ് ചെയ്ത് നോക്കി. പിന്നെ റീലിൽ മൊത്തം ഫോർച്യൂണർ വരുന്നത്. പഴയ മോഡൽ വണ്ടി, ബ്ലാക്ക്, ഫുൾ ബ്ലാക്ക് സാധനം. അധികം ഓണർഷിപ്പ് ഒന്നും ഇല്ലാണ്ട് അധികം വലിയ ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത വണ്ടി. ഒരു വിഷയമുണ്ട്. നൈസ് അല്ലേ? കൂടി പണിക്കാം. ഗാർലിക് നാൻ, അമ്മ ചിക്കൻ നൂഡിൽസ് ആർന്നത്, അച്ഛൻ ഗോട്ട് ബിരിയാണി അല്ലേ? നല്ല രസമുണ്ട് കേട്ടോ കണ്ടിട്ട്. മറ്റേ ഗൈസ് എന്നോട് കുറേ ആൾക്കാർ പറയുന്നത് പാട്ട് പാടണ്ട, പാട്ട് പാടുന്ന വിഷയമാവുന്നുണ്ട്, ഭയങ്കര ബോറിംഗ് ആണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാം. നിങ്ങൾക്ക് പാട്ട് ശരിക്കും ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിലേ 2 വിരലെടുക്കുക, ചെവിയിൽ ഇങ്ങനെ വെക്കുക. നമ്മളെന്തിനും നമ്മളല്ലാതായിരിക്കണം ഒരാളെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഞാനായിട്ട് നിന്നിട്ട് അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. അതല്ലേ? നീ പാടിക്കോടാ. എത്ര നാളായി ഞാൻ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യും. ഈ മടിയിൽ വീണുറങ്ങാൻ. ഞാൻ കഴിച്ചിട്ട് എന്തെല്ലാം ഞാനല്ലേ പാട്ട് പാടുന്നത്. എന്നായി പറഞ്ഞത് 350. ഓക്കെ 350 ആയി.
ഇവിടുന്ന് നമുക്കിനി ഒരു 4-4:30 ആകുമ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് എത്തും. അവിടെ നിന്ന് പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഒറ്റ പോക്ക് 7:30 ആകുമ്പോൾ വീട്ടിലെത്തും കേട്ടോ. ഇല്ല, ഓക്കെ. ഞാൻ പറയുന്നത് 7:42 ആകുമ്പോൾ നമ്മൾ വീട്ടിലെത്തുന്നത്. ഞാൻ പറയുന്നത് 7:28. 7:28 അതിന് മുന്നേ തോട്ടെ. ഓക്കെ, ബൈ ബൈ. നമ്മളിപ്പോൾ 4:50 കേട്ടാ. ഓ, നമ്മളെത്തുന്ന സമയം നോക്ക് 7:40. ഞാൻ 7:49 പറഞ്ഞേ. വാട്ടറിനെ വെച്ച് ഇങ്ങനെ അങ്ങ് പോവാം നമുക്ക്. ഞാൻ പറഞ്ഞത് അതിന്റെ മുന്നേ ഗ്യാസ് അടിക്കണം, എണ്ണ അടിച്ചിട്ട് പോണം. ഓക്കെ, സെറ്റ്. ഇവൻ വിളിക്കുന്നത് ആക്ച്വലി സമയത്ര അറിയാം 7:10. എൻ്റെ ഡ്രൈവിംഗ് സ്കില്ലും ഉണ്ട്. 7:42 എത്തേണ്ടത് ഞാൻ 7:10 എത്തിച്ചു. ഏത് ലോങ് ഡ്രൈവ് നൈസായിരുന്നു. അയ്യോ, ഇങ്ങോട്ട് വരുമ്പോൾ അധികം പക്ഷെ ബോറടിച്ചില്ല. പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ വന്ന്. ഇനി എന്താണ്? ഇനി പിന്നെ എനക്കൊന്ന് കടയിലൊന്ന് പോകണം, ചെറിയ ചെറിയ കാര്യങ്ങൾ മേടിക്കണം. നാളെ പോവല്ലേ? അപ്പോൾ ഇവൻ്റെ ബർത്ത്ഡേ ഇവൻ കാൻകൂണിൽ ആഘോഷിക്കും. നമുക്ക് പിന്നെ ഇപ്പം ബർത്ത്ഡേ ഇല്ലാത്തതുകൊണ്ട് വിഷയമില്ല. എൻ്റെ ബർത്ത്ഡേ ഓഗസ്റ്റിലാണ്. അപ്പോൾ എനിക്ക് ഇനി വേറൊന്നും പറയാനില്ല ഗൈസ്. നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇനി ഒന്ന് കുളിച്ച് കുറച്ച് ബുക്കൊക്കെ വായിക്കണം. എൻ്റെ പുതിയ ബുക്ക് വന്നു. ഞാൻ വേറെ കാര്യം പറയാനുണ്ട്. ഇപ്പം ഞാൻ ട്രൈ ചെയ്യുന്നത് അറിയാം, ഒരാഴ്ച ഒരു ബുക്ക് വെച്ചിട്ട് വായിച്ച് തീർക്കണം. അതാണ് എൻ്റെ അജണ്ട. കാരണം അതാകുമ്പോൾ ഒരു 50-60 ബുക്കാവും ഒരു പിന്നെ വർഷം. അതാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് തന്നെ ഗൈസ് ഞാൻ വേറൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങളെല്ലാവരും ഉഷാറായിട്ടിരിക്കും, വൈബായിട്ടിരിക്കും. പിന്നെ 2 ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്. ഒന്ന് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്. നിങ്ങളുടെ ലൈഫ് ഒരു ക്ലാരിറ്റി ഇല്ലാണ്ട് നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്രൂപ്പ്. മോട്ടിവേഷൻസ്, ഇൻസ്പിറേഷൻസ്, റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാനുള്ള ടിപ്സ്, ഡെയിലി ചെയ്യാനുള്ള ടാസ്കുകൾ, എല്ലാ കാര്യങ്ങളും ഞാൻ അതിലിടും. രണ്ടാമത്തത്, നിങ്ങളൊരു ആണാണെങ്കിൽ, ആൺപിള്ളേരാണെങ്കിൽ, ഈ ട്രെൻഡിന് പുറകെ പോകുന്നവരാണെങ്കിൽ, അതായത് ഈ ബാഗി ജീൻസ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഇട്ടിട്ട് ആ ട്രെൻഡിന് പുറകെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മാറി കുറച്ചും കൂടി ആൾക്കാർ നിങ്ങളെ സീരിയസ് ആയിട്ട് എടുക്കണം. ഒരു ബോയിൽ നിന്നൊരു മെന്നിലേക്കുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ആവശ്യമുള്ളവരാണെങ്കിൽ, ഡ്രസ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമുള്ളവരാണെങ്കിൽ അതും നമ്മളെ ബ്രോഡ്കാസ്റ്റിൽ ഉണ്ട്. ഏത് ബ്രോഡ്കാസ്റ്റാണെന്ന് പറയുക? ദി വൈബ് സോൺ എലഗൻസ് എന്ന് പറയും. മറ്റേത് വൈബ് സോൺ. തോക്കെടു, ഇടിക്കട്ടെ ഇടിച്ചു വിളിക്കാം. എടാ റെഡി, കയറി. ഇപ്പം ഞാൻ വായിക്കുന്ന ബുക്ക് മക്ഡൊണാൾഡ് മില്ലർ, ബിൽഡിംഗ് എ സ്റ്റോറി ബ്രാൻഡ്. ഇപ്പൊ ഞാൻ ഫുള്ള് മാർക്കറ്റിംഗിന്റെ ബുക്കാണ് വായിക്കുന്നത്. കാരണം നമ്മളെ ബിസിനസ് ഒക്കെ മാർക്കറ്റ് ചെയ്ത് സെറ്റ് ആക്കി എടുക്കണ്ടേ, ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു ബ്രാൻഡ് ആക്കി എടുക്കണ്ടേ നമുക്ക്. എടുക്കും. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഒരു ചെറിയ ഒരു വ്ളോഗായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല, എന്താ വെച്ചാൽ അത്യാവശ്യം ലെങ്ത് ഉണ്ടാവില്ല. അത്യാവശ്യം ലെങ്ത് ഉണ്ട്. അപ്പം ഏട്ടൻ പറഞ്ഞ പോലെ ഇനി ഡെയിലി വ്ളോഗ് നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഏട്ടൻ്റെ ജോലി ഇത് കാരണം തന്നെ, പിന്നെ എൻ്റെ തിരക്ക് കാരണം പറ്റുന്നില്ല ഗൈസ്. പക്ഷെ നമുക്ക് ഒരു സമയം കിട്ടുമ്പോൾ നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കും. പക്ഷെ നമ്മൾ ഒരാഴ്ച ഒരു വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കും. ഉറപ്പുകൾ ഞാൻ പറയുന്നില്ല. ഇനി കുറച്ച് ക്വാളിറ്റി കണ്ടന്റ് ഇനി കുറച്ച് നാൾ ഇടാൻ നോക്കാം. ഞാൻ പുതിയ ജോലിക്കൊക്കെ കയറട്ടെ. നാളെ എനിക്ക് ഓറിയന്റേഷൻ ആണ്. നാളെ പോയി ഓറിയന്റേഷൻ ഒക്കെ കഴിഞ്ഞ് പുതിയ ജോലിക്ക് കയറട്ടെ ഗൈസ്. എന്നിട്ട് നമുക്ക് എല്ലാം സെറ്റാക്കാം. ശനിയാഴ്ച ഞായറാഴ്ച എന്തെങ്കിലും കാർ മീറ്റോ കാർ മോഡിഫിക്കേഷനോ ഫ്രണ്ട്സുമായിട്ട് പുറത്ത് വന്നതോ എന്തെങ്കിലുമൊക്കെ വ്ളോഗാക്കാം. ഓക്കെ, അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് എൻ്റെ ചെയ്യണം ഗൈസ്. എല്ലാവരും ഉഷാറായിട്ടിരിക്കുക, വൈബായിട്ടിരിക്കുക, പവറായിട്ടിരിക്കുക. ഇതേപോലെ ബുക്കുകളൊക്കെ വായിക്കുക, സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ജേണിയിലേക്ക് വരിക. എല്ലാവരും ഇങ്ങനെ ഈ പിന്നെ വെറുതെ കണ്ടന്റ് കണ്ട് സമയം കളയാതെ നിങ്ങളെ ലൈഫിൻ്റെ ആ ഒരു പൊട്ടൻഷ്യൽ ഉപയോഗിക്കണം ഗൈസ് കേട്ടോ. വേറെ ഒന്നും പറയാനില്ല. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുക. മോട്ടിവേഷൻ ടൈപ്പ് കണ്ടന്റ് വേണമെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറയുന്നില്ല. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുവാണെങ്കിൽ ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങളെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യ്, ലൈക്ക് ബട്ടൺ അടിച്ച് പൊളിക്ക്, കുറെ കമന്റ് അങ്ങനൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നമ്മളെ കണ്ടന്റ് കാണാൻ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും, പറയാണ്ട് തന്നെ ചെയ്യും. താല്പര്യം ഇല്ലെങ്കിൽ ചെയ്യില്ല, അത്ര പറഞ്ഞാലും. അതുകൊണ്ട് ഞാനതൊന്നും പറയുന്നില്ല. ഉഷാറായിട്ടിരിക്കും കേട്ടോ. അടുത്ത വ്ളോഗിൽ കാണാം. പീസ്.